സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോതി എഴുതിയ നോവൽ ഗൃഹപ്രവേശം തുടങ്ങുന്നു. അവതരണം സിന്ധു അശോകൻ. അധ്യായം 1. ഉദയഗിരി ചുവന്നു, ഭാനുബിംബം വിളങ്ങി, നളിനമുകുളജാലെ മന്ദഹാസം തുടങ്ങി, പനിമതി മറവായി ശംഖുനാദം മുഴങ്ങി, ഉണരുക കണി കാൺമാൻ. മീനുവേട്ടത്തി മെല്ലെ മിഴി തുറന്നു. ഉണരുക കണി കാൺമാൻ അമ്പരേ തൃച്ചംബരേശ. അമ്മയുടെ കീർത്തനാലാപം ഒരു സ്വപ്നമായിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു. എഴുന്നേറ്റ് ലൈറ്റ് തെളിച്ചു. ഈശ്വര, 4:10. 4-ന് എഴുന്നേൽക്കുന്നതാണ്. 10 മിനിറ്റ് വൈകിയപ്പോൾ അമ്മ വിളിച്ചുണർത്തിയതാവും. ഉണരുക കണി കാൺമാൻ, ഉണരുക. ആ വരി ഒരു നാദധാരിയായി കാതിൽ വന്ന് വീണതോർക്കുന്നു. 4 മണിക്ക് തന്നെ ഉണരണമെന്ന നിർബന്ധക്കാരിയായിരുന്നല്ലോ അമ്മ. ഇന്നലെ വൈകിയാണ് ഉറങ്ങിയത്. 4 തരം ഉപ്പേരികളും എള്ളുണ്ടയും ലഡുവും പീടയും ഉണ്ടാക്കി ഭരണികളിൽ അടച്ചു കെട്ടിയപ്പോഴേക്കും നേരം പാതിരാവായിരുന്നു. ഒന്ന് കണ്ണടയ്ക്കാനേ നേരം കിട്ടിയുള്ളൂ. അമ്മയുള്ളപ്പോൾ ഉത്രാടരാത്രിയിലാവും തിരക്ക് മുഴുവൻ. ഇപ്പോൾ എല്ലാം താനെ വേണം. അതുകൊണ്ട് പലഹാരങ്ങളുടെ പണികൾ പൂരാടരാത്രിക്ക് തന്നെ തീർത്തു വയ്ക്കുവാൻ തീരുമാനിച്ചു. ശേഖരമ്മാവനും സുന്ദരിമാമിയും മക്കളും ഇന്ന് വൈകിട്ടത്തേക്കേ എത്തുള്ളൂ എന്ന് തോന്നണ്. 2 നാൾ മുമ്പേ വന്നാൽ ഒരു കയ്യാട്ടത്തിന് ആളാവാമായിരുന്നു. ശേഖരമ്മാവൻ പാവമാണ്. എന്തെങ്കിലും കൊനിഷ്ഠ തോന്നിയാൽ തന്നെ അത് സുന്ദരിമാമിയുടെ ബുദ്ധിയിൽ വിളയുന്നതേ ആവൂ. എല്ലാറ്റിലും ദൈന്യം സുന്ദരിമാമിയുടെ പൊങ്ങച്ചങ്ങൾ സഹിക്കുകയാണ്. പട്ടണക്കഥകൾ വായുതോരാതെ തട്ടിവിടും. കഴിഞ്ഞ കുറി വന്നപ്പോൾ കുട്ടേട്ടനെ ശകാരിച്ചു. നീ രാപ്പകലന്തി പണിയെടുക്കുന്നുണ്ടല്ലോ, ഒരു ഗ്രൈൻഡറോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ വാങ്ങി വെച്ചൂടെ? മീനും ഒരുത്തി വേണമല്ലോ ഈ കഷ്ടപ്പെടാൻ. പിന്നെ താണ ഒച്ചയിൽ തനിക്ക് ഉപദേശം. എന്തിനാ എൻ്റെ മീനു ശരീരം നോക്കാതുള്ള ഈ ദണ്ണം മുഴുവൻ? നീ പെറ്റ കുട്ടികളൊന്നും അല്ലല്ലോ. പറക്കം മുറ്റുമ്പോൾ അനിയന്മാർ അവരവരുടെ പാട്ടിന് പോകും. വയ്യാണ്ടാവുമ്പോൾ നിനക്കും കുട്ടിനും പിന്നെ ആരുണ്ട്? തങ്ങളെക്കാൾ തങ്ങളുടെ ഭാവിയിൽ ദണ്ണം സുന്ദരിമാമിക്കാണ്. അങ്ങനുണ്ട് ഒരു കൂട്ടർ. വിനയനും അനിയനും മാമി ഉള്ളിടത്തേക്ക് കടക്കില്ല. കുട്ടേട്ടൻ പിന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ മിടുക്കനാണ്. ആർക്കും മുഷിവുണ്ടാക്കില്ല. ഉറങ്ങുന്ന കുട്ടേട്ടനെ മീനുവേട്ടത്തി ഒരു നിമിഷം നോക്കിയിരുന്നു. കഴുത്തറ്റം മൂടി പുതച്ചിട്ടുണ്ട്. ഒരു പൈതലിൻ്റെ ഭാവം. ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന മന്ദസ്മേരം. പാവം, ഉറങ്ങട്ടെ. പകൽ മുഴുവൻ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നതാണ്. 5 മണിക്കേ മൂപ്പരെ വിളിക്കേണ്ടതുള്ളൂ. അധികവും വിളിക്കേണ്ടി വരാറില്ല. താനെ ഉണർന്നോളും. മീനുവേട്ടത്തി ഭർത്താവിൻ്റെ പാദത്തിൽ തൊട്ട് വന്നിച്ച് കിടക്ക വിട്ട് എഴുന്നേറ്റു. കിടക്കറ ചുമരിൽ തൂക്കിയിരുന്ന ശ്രീഭഗവതിയുടെ ചിത്രത്തിൽ നോക്കി കൈകൂപ്പി. ഒരു ക്ഷണം നിശബ്ദം പ്രാർത്ഥിച്ചു. പുറത്തെത്തി നിലവിളക്കിൽ പുതിയ തിരിയിട്ട് കത്തിച്ച് അറവാതിലിൽ കൊണ്ടുവന്നു വച്ചു. വിളക്കിന് മുന്നിൽ നമസ്കരിച്ചു. കിഴക്ക് വെള്ളാപ്പിടുമ്പോൾ ഉമ്മറ ഇറയത്ത് വിളക്കുണ്ടാവണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. ആദിത്യഭഗവാന് ദീപം കണികാണനാണത്രേ. ആദിത്യൻ തന്നെ ഒരു ദീപമല്ലേ അമ്മേ? ഒരിക്കൽ കുട്ടേട്ടൻ ചോദിച്ചു തോർക്കുന്നു. അന്ന് അമ്മ എന്താണാവോ മറുപടി പറഞ്ഞത്. ഉത്തരം മുട്ടുമ്പോൾ അമ്മ പുഞ്ചിരി കടിച്ചിറക്കി സ്നേഹപൂർവ്വം പോടാ ഒന്ന് എന്ന് ചൊല്ലി അടിക്കാൻ കയ്യോങ്ങിയാണ് പതിവ്. മീനുവേട്ടത്തി അടുക്കള അടിച്ച് തുടച്ച് 2 അടുപ്പിലും തീ പൂട്ടി. ഒന്നിൽ ചെരുവത്തിൽ ചായക്കുള്ള വെള്ളം വെച്ചു, അടുത്തതിൽ ഇഡ്ഡലി ചെമ്പും. ചായക്കുള്ള വെള്ളം തിളച്ച നേരം കൊണ്ട് പാത്രങ്ങൾ തേച്ച് കഴുകി വെള്ളം തോരാൻ കമിഴ്ത്തി വെച്ചു. 3 കപ്പുകളിൽ കട്ടൻ ചായയുമായി പുറത്തു കടന്നു. കുട്ടേട്ടനുള്ള ചായ ഫ്ലാസ്കിലാക്കി കിടക്കയ്ക്ക് അരികിലെ ടീപ്പോയിൽ സൂക്ഷിച്ചു വെച്ചു. തിരിഞ്ഞ് ക്ലോക്കിൽ നോക്കി. സമയം 4:30. ഈശ്വര, വിനയനെ 4-ന് വിളിക്കണമെന്ന് പറഞ്ഞതാണ്. ടൈം ബൂസ് ഉണ്ടെങ്കിലും അലാറം വെക്കുന്ന ശീലം അവനില്ല. ഏട്ടത്തിയമ്മ വിളിച്ചുണർത്തുക തന്നെ വേണം. ആദ്യം വിനയൻ്റെ മുറിവാതിലിലെത്തി. വിനു, വിനയാ. വാതിലിൽ തുരുതുരെ മുട്ടി. എണീക്ക്, മണി 4:30 എന്തൊക്കെയോ റിക്കാർഡുകൾ പൂർത്തിയാക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എണീൽക്കടാ. കട്ടിൽ അനങ്ങുന്ന ശബ്ദം. സാക്ഷ ഇളകി. വാതിൽ തുറക്കപ്പെട്ടു. ലുങ്കി വാരി ചുറ്റി കണ്ണും തിരുമ്മി നിൽപ്പാണ്. ഏട്ടത്തി എന്തേ എന്നെ 4-ന് വിളിച്ചില്ല? വിനയൻ ചോദിച്ചു. വൈകി കിടന്നതുകൊണ്ട് ഏട്ടത്തി താമസിച്ചാ മോനെ എണീറ്റത്. അതുകൊണ്ടെന്താ? 5 മിനിറ്റായി വാതിലിൽ മുട്ടാൻ തുടങ്ങിയിട്ട്. അവൻ പുഞ്ചിരിയോടെ ട്രേയിൽ നിന്നൊരു കപ്പെടുത്തു. മുഖം കഴുകിയിട്ട് വേഗം ചെയ്യാനുള്ള ജോലിയൊക്കെ ചെയ്തോളൂ. തിരിഞ്ഞ് ഏറ്റവും പിന്നിൽ ഒരു കോണിലുള്ള മുറിയിലേക്ക് നടന്നു. അവിടെയാണ് അനിയൻ്റെ പള്ളിയറ. അമ്മയുടെയും വീട്ടിലുള്ളവരുടെയും ഉള്ള കുട്ടി. പഠിക്കാൻ വിനയൻ്റെ അത്ര വരില്ല. കുഴി മടിയനുമാണ്. പല വട്ടം കുത്തിപ്പൊക്കിയാലേ എഴുന്നേൽക്കൂ. അനു, എഴുന്നേൽക്കൂ. അവൻ വാതിൽ സാക്ഷിയിടാറില്ല. മെല്ലെ തള്ളി തുറന്നു. തലവഴി മൂടിപ്പൊതിച്ച് പൂണ്ട ഉറക്കമാണ്. അത് അവൻ്റെ ശീലമാണ്. അനുക്കുട്ട, എഴുന്നേൽക്കുന്നില്ലേ? നേരം വെളുത്തു. നേരമൊന്നും വെളുത്തില്ല. 3 മണിയേ ആയുള്ളൂ. അവൻ പുതുപ്പിനുള്ളിൽ കിടന്നു മുരണ്ടു.
മീനുവേട്ടത്തിക്ക് ചിരി വന്നു. വിനയൻ ഇക്കുറി റാങ്കോടെ എഞ്ചിനീയറിംഗ് പാസ്സാകും. BSc കഴിഞ്ഞിട്ട് അവൻ എഞ്ചിനീയറിങ്ങിന് ചേർന്നത്. 3 വയസ്സ് മാത്രം എളുപ്പമുള്ള അനിയൻ ഇപ്പോഴും BA കടന്നിട്ടില്ല. 2ാമത് തവണയാണ് പരീക്ഷയ്ക്ക് ശ്രമിക്കുന്നത്. അവന് പഠനത്തെക്കാൾ കമ്പം പാട്ടിലും നാടകത്തിലും കൂട്ടുകെട്ടിലുമാണ്. കലയോട് കുട്ടേട്ടന് പിണക്കമില്ല. പക്ഷേ അവൻ്റെ കൂട്ടുകെട്ടിൽ മൂപ്പർക്ക് നല്ല ദേഷ്യമുണ്ട്. അനിയന്മാരായല്ല, മക്കളായാണ് വളർത്തുന്നത്. 15 വയസ്സിന് മൂത്ത ഏട്ടനാണ്. അച്ഛൻ മരിച്ചപ്പോൾ 2 ആളെയും ആ കൈകളിലാണ് ഏൽപ്പിച്ചത്. അമ്മ കൂടി നഷ്ടമായതോടെ എന്ത് തോന്നിയാസം കാട്ടിയാലും ശകാരിക്കാതായി. അനിയൻ അതൊരു വഴക്കമായി എടുത്തിരിക്കുന്നു. അനു, ദാ കുട്ടേട്ടൻ വിളിക്കണുണ്ട്. ഉറക്കത്തിലാണോ കുട്ടേട്ടൻ വിളിക്കണത്? പുതപ്പിനുള്ളിൽ നിന്ന് ചോദ്യം. മീനുവേട്ടത്തേക്ക് വീണ്ടും ചിരി പൊട്ടി. ചിരിച്ചു പോയാൽ അവൻ ഒന്നുകൂടി സ്വാതന്ത്ര്യമെടുക്കും. ചെക്ക, ഈ ചായ എടുക്കണുണ്ടോ? കിടക്കച്ചായ കിട്ടാതെ വയ്യാത്ത ആളല്ലേ. എനിക്കിതും പിടിച്ചുകൊണ്ട് പള്ളിക്കുറപ്പ് ഉണരും വരെ നിൽക്കാൻ പറ്റില്ല. ഇഡലിച്ചെമ്പിലെ വെള്ളം ഇപ്പോൾ തിളച്ച് വറ്റിയിട്ടുണ്ടാവും. എൻ്റെ പൊന്ന് ചക്കര ഏട്ടത്തിയമ്മയല്ലേ, അതാ മേശപ്പുറത്ത് വെച്ച് വല്ല പത്രക്കടലാസും കൊണ്ടുവന്ന് അടച്ചേച്ച് പോയി എന്തെച്ചാ ജോലി ചെയ്തോളൂ. എന്നാലും നീ എഴുന്നേൽക്കില്ല? സഹി കെട്ടിട്ട് എന്നോണം അവൻ പിടഞ്ഞെഴുന്നേറ്റു. പുതപ്പിനുള്ളിൽ നിന്ന് മുഖം പുറത്ത് കാട്ടി. ഈ പാതിരാത്രിക്ക് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാ ഏട്ടത്തിയമ്മേ? പോരെങ്കിലും ഓണക്കാലം തണുത്ത് വിറയ്ക്കണം. എഴുന്നേറ്റിരുന്ന് പഠിച്ചൂടെ? ഓ, പഠിക്കാത്ത കുറ്റം. അവൻ്റെ ചുണ്ടിൽ ആരോടോ പുച്ഛം. എത്ര തവണ എത്ര പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയാലും കേതുർദിശ കഴിയാതെ ജയിക്കില്ല എന്നാണ് കാളിത്തള്ള പറഞ്ഞത്. കാളിത്തള്ള ആര്, കണിയാരോ അതോ ദൈവമോ? അവന് വീണ്ടും ക്ഷമ കിട്ടു. ഏട്ടത്തി പൊയ്ക്കോ, ഞാൻ പഠിച്ചോളാം. അവൻ ചായക്കപ്പ് വാങ്ങി. മീനു ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി. അല്പം നടന്നിട്ട് പരീക്ഷിക്കാനായി തിരിച്ചു വന്നു. വാതിൽക്കൽ എത്തി നിന്ന് ശ്രദ്ധിച്ചു. ചായ കുടിച്ച് കപ്പ് മേശമേൽ വെച്ച് വീണ്ടും പഴയപടി മൂടിപ്പൊതിച്ച് കുംഭകർണ സേവയിലാണ്. വേഗം തിരിച്ചു പോന്നു. ഇനി കുട്ടേട്ടനോ വിനയനോ കുടവും വെള്ളവുമായി ചെല്ലട്ടെ. ഓടി അടുക്കളയിലെത്തി. ഇഡലിത്തട്ടുകളിൽ മാവ് പകർന്ന് ചെമ്പിൽ വെച്ചടച്ചു. തൊഴുത്തിലെത്തി നന്ദിനി പശുവിനെ അഴിച്ച് പുറത്ത് കെട്ടി. കിടാവിനെ വിട്ട് കുടിപ്പിച്ചു. നന്ദിനി പാവമാണ്, ഏതാൾക്കും കറക്കാം. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ മറ്റാരുടെയും സഹായം വേണ്ട. തേച്ച് കഴുകിയ ഓട്ടുമൊന്തയിൽ പാല് കൊണ്ടുവന്ന് അലമാരയിൽ അടച്ചു വെച്ചു. അപ്പോഴേക്ക് ഇഡലി എടുക്കാറായി. തട്ട് കാലിയാക്കി തുടച്ച് വീണ്ടും മാവ് പകർന്ന് ചെമ്പിൽ നിക്ഷേപിച്ച് മുറ്റത്തേക്ക് ഓടി. 4 പുറവും മുറ്റമിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും കിഴക്ക് വെട്ടം കണ്ടു തുടങ്ങി. ചൂല് ചാപ്പയുടെ വരാന്തിയിൽ വലിച്ചെറിഞ്ഞ് ഒരൽപ്പ എള്ളെണ്ണ എടുത്ത് തലയിൽ പൊത്തി പിൻപുറത്തെ കുളത്തിലേക്ക് പാഞ്ഞു. പായൽ വകഞ്ഞു നീക്കി 3 മുങ്ങി കയറി തല തോർത്തി ഈറൻ പിഴിഞ്ഞെടുത്ത് ഓടി പടവുകൾ താണ്ടി. സോപ്പ് തേച്ച് വിസ്തരിച്ചുള്ള കുളി വൈകുന്നേരമേ നടക്കാറുള്ളൂ. ഈറൻ മാറ്റും മുമ്പേ ഇഡലിച്ചെമ്പ് ഇറക്കി താഴെ വെച്ചു. ആ അടുപ്പിൽ വെള്ളം പകർന്ന ചായ ചെരുവ എടുത്തു വെച്ചു. വേഷം മാറ്റി എത്തിയപ്പോൾ കുട്ടേട്ടൻ എഴുന്നേറ്റ് പല്ല് തേക്കുന്നതാണ് കണ്ടത്. എത്ര നേരത്തെ എണീറ്റാലും എത്ര തിരക്ക് പിടിച്ചാലും കുട്ടേട്ടൻ എണീക്കണ നേരത്ത് സ്വന്തം കൈകൊണ്ട് കിടക്കച്ചായ കൊടുക്കാൻ കഴിയാറില്ല. മീനുവിൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചാൽ അന്നത്തെ ദിവസം വയറിനും മനസ്സിനും വല്ലാത്തൊരു തൃപ്തിയാണ് ഏട്ടൻ ആവർത്തിച്ചു പറയും. പക്ഷേ എല്ലാ ജോലിയും തൊട്ടും പിടിച്ച് കുളി കഴിഞ്ഞെത്തുമ്പോഴേക്കും കുട്ടേട്ടൻ എണീറ്റ് സ്വന്തം ജോലികൾ തുടങ്ങിയിട്ടുണ്ടാകും. കുട്ടേട്ടനെ പോലെ തന്നെ തൻ്റെ കൈകൊണ്ടുള്ള ഭക്ഷണം അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. അമ്മ ഒരിക്കലും തന്നെ മരുമകളായി അല്ല കണ്ടത്. പെണ്ണിനെ പ്രസവിക്കാത്ത അമ്മയ്ക്ക് താൻ എന്നും മോളായിരുന്നല്ലോ. അമ്മയുടെ ഓർമ്മ അതിനിടയിൽ മീനുവേട്ടത്തിയുടെ കണ്ണിൽ നീർ പൊടിപ്പിച്ചു. മീനു, ഒരിറ്റ് എണ്ണ തന്നേക്കൂ, ആ സോപ്പും. ഓണക്കാലമല്ലേ, കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ടേ പാടത്തേക്കുള്ളൂ, കുട്ടേട്ടൻ വിളിച്ചു പറഞ്ഞു. മീനുവേട്ടത്തി കാച്ചെണ്ണയുടെ കുപ്പിയും സോപ്പും തോർത്തുമായി ഓടിയെത്തി. സാധാരണ ദിവസങ്ങളിൽ വെളുപ്പിനെ തന്നെ കുട്ടേട്ടൻ പാടത്തേക്ക് പുറപ്പെടും. പഴയ വീടും 52 സെൻറ്റ് പുരയിടവും മുന്നിലെ 1 ഏക്കർ കണ്ടവും കുടുംബസ്വത്താണ്. കൃഷിക്കാരനായ അച്ഛൻ തന്നിട്ട് പോയത്. അന്ന് വിനീന് 4 വയസ്സ്, അനിയന് വയസ്സ് തികയുന്നതേ ഉള്ളൂ. തനിക്കെന്ന് എത്ര വയസ്സുണ്ടാവും? കുളത്തിലേക്ക് നടക്കവേ കുട്ടൻ ഓർത്തു. 16 17 10 ജയിച്ചിരുന്നു. കുടുംബഭാരം ചുമലിൽ വന്ന് വീണതോടെ തുടർന്ന് പഠിക്കാനോ മറ്റെന്തെങ്കിലും തൊഴിലിനായി കാത്തിരിക്കാനോ സാവകാശം കിട്ടിയില്ല. നേരെ മണ്ണിലേക്ക് ഇറങ്ങി. പറമ്പിലും പാടത്തും അനുസ്യൂതം ഒഴിച്ചും കൂലിപ്പണികൾക്ക് പോയും പാടശേഖരത്തിൻ്റെ വിസ്താരം 1.5 ഏക്കറായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. കള്ളം പറയാതെ, കടം വാങ്ങാതെ, മോഷ്ടിക്കാതെ ജീവിക്കാനും കഴിഞ്ഞു. മണ്ണിൻ്റെ മഹിമ. കുട്ടൻ കുളിച്ചെത്തുമ്പോൾ വിനുവും അനുവും പ്രാതൽ കഴിക്കാനായി ഏട്ടനെ കാത്തിരിക്കുകയാണ്. എത്ര തിരക്കിട്ട പണിയുണ്ടെങ്കിലും രാവിലെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കണമെന്ന് മൂവർക്കും നിർബന്ധമുണ്ട്. ചേറിൽ നിന്നായാലും ആ നേരത്ത് കൃത്യമായും കുട്ടേട്ടൻ ഓടിയെത്തും. അത്താഴവും അങ്ങനെ തന്നെ. വിനയൻ ഹോസ്റ്റലിലായിരിക്കുമ്പോഴേ ആ പതിവ് തെറ്റാറുള്ളൂ. മീനുവേട്ടത്തി മൂവർക്കും വെള്ളിത്തട്ടങ്ങളിൽ ഇഡലി വിളമ്പി. സ്റ്റീൽ ലോട്ടകളിൽ കൊഴുത്ത ചായയും.
ചട്ടണി വിളമ്പുന്നതിനിടയിൽ മീനുവേട്ടത്തി പരാതിപ്പെട്ടു. ഈ അനിയനെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. ഇങ്ങനെ തുടങ്ങിയാൽ പരീക്ഷ ജയിക്കുമെന്നും നല്ല പ്രായത്തിൽ ഒരു ജോലി കിട്ടുമെന്നും ആരും നനയ്ക്കണ്ട. എങ്ങനെ ഈ കുട്ടി ജീവിക്കുമെന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു മനസമാധാനവും ഇല്ല. കുട്ടേട്ടൻ അനിയനെയും ഏട്ടത്തെയും മാറി മാറി നോക്കി. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ഒരു ചിരി ഊറിക്കൂടി. അനിയൻ്റെ അത്ര പഠിപ്പ് എനിക്കില്ലല്ലോ, എന്നിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ മീനു? അവനും ഇങ്ങനെ മതിയോ? അവൻ്റെ ജീവിതം അവനാണ് തിരഞ്ഞെടുക്കുന്നത്, ഏട്ടനോ ഏട്ടത്തിയോ അല്ല. ഉപദേശവും നിയന്ത്രണവും ഏറിയാലും ദോഷമാണ്. അനിയൻ വിജയഭാവത്തിൽ ഏട്ടത്തിയെ നോക്കി. വിനിയന് പക്ഷേ കുട്ടേട്ടൻ്റെ മറുപടി ഒട്ടും സുഖിച്ചില്ല. മറ്റാരുമല്ല അവന് വളം വയ്ക്കുന്നത്. മീനുവേട്ടത്തി പരിഭവിച്ചു. കുട്ടേട്ടൻ പൊട്ടിച്ചിരിച്ചു. എൻ്റെ കുട്ടികൾക്ക് ഞാനല്ലേ മീനു വളം നൽകേണ്ടത്? ആ മറുപടിയുടെ അർത്ഥവ്യാപ്തിയിൽ മീനുവേട്ടത്തി മുഖം താഴ്ത്തി. അപ്പോൾ പഠിപ്പുര വാതിലിൽ സുന്ദരിമാമിയുടെ ശബ്ദം കേട്ടു. എല്ലാവരും അങ്ങോട്ട് നോക്കി. മാമിക്ക് പിന്നിൽ നിഴലായി ശേഖരമാമൻ, മാമന് പിന്നിൽ പെൺകുട്ടികൾ ഉമയും ഉഷയും. ഉത്രാടപ്പൂവിടിയിലും പൂമാറ്റിലും തിരുവോണ സദ്യയും കേമമായി കൊണ്ടാടി. മീനുവേട്ടത്തിയെ സഹായിക്കാൻ ഉമയും ഉഷയും നിഴലായി നടന്നിരുന്നു, അന്യോന്യം മത്സരിച്ച്. ഉമ സുന്ദരിമാമിയെപ്പോലെ പ്രായോഗിക ബുദ്ധിയുള്ളവളാണെന്ന് മീനുവേട്ടത്തിക്ക് മനസ്സിലായി. സേവ കൂടുന്നതിൻ്റെ പൊരുളും പിടികിട്ടി. ഉഷ പാവം, മാമൻ്റെ പ്രകൃതം, ഒരു പൊട്ടിപ്പെണ്ണ്. സുന്ദരിമാമിയാണെങ്കിൽ പ്രായത്തിന് ചേരാത്ത മേക്കപ്പും പണ്ടങ്ങളുമായി എങ്ങും ഇളകി തുള്ളി നടന്നു, നാവിന് ഒരു നേരവും വിശ്രമം നൽകാതെ. മീനു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വിനുക്കുട്ടൻ്റെ റിസൾട്ട് വന്നാൽ പിന്നെ ജോലിക്കൊന്നും കാത്തു നിൽക്കണ്ടാട്ടോ. ഉടൻ അവൻ്റെ വിവാഹം നടത്താൻ നോക്കണം. എത്ര നാളെന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുക? ഇവിടെ വേണ്ടത് നിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണ ഒരു പെണ്ണാ. എവിടെയെങ്കിലും അറിയാതെയും കേൾക്കാതെയോ ഉള്ളിടത്തുനിന്ന് ഒന്നിനെ കൊണ്ടുവന്നാൽ സ്വഭാവവും പെരുമാറ്റവും എന്തായിരിക്കുമെന്ന് എങ്ങനെ അറിയാം? നിനക്ക് ബോധിച്ചൊരു പെണ്ണിനെ വേണം കൊണ്ടുവരാൻ. ഇക്കാര്യത്തിൽ വിനുക്കുട്ടൻ്റെ ഇഷ്ടമേ നോക്കണ്ട. അത് പറ്റുമോ മാമി? മീനുവേട്ടത്തി ചോദിച്ചു. കല്യാണക്കാര്യത്തിൽ അവൻ്റെ ഇഷ്ടമല്ലേ പ്രധാനം? നീ പറയുന്നതിനപ്പുറം അവനൊരു ഇഷ്ടമുണ്ടോ? പെൺകുട്ടി കൊള്ളാമായിരിക്കണം. അവനോൻ്റെതുങ്ങൾ വല്ലതുമാണെങ്കിൽ നീ വരയ്ക്കണ വരയിൽ നിന്നോളും. തൈര് കുടഞ്ഞുകൊണ്ടിരുന്ന മീനുവേട്ടത്തിൻ്റെ ചുണ്ടിൽ ഒരു ചിരി ഊറിക്കൂടി. സുന്ദരിമാമിയുടെ വ്യംഗ്യം എന്താണെന്ന് നന്നായി മനസ്സിലായി. അമ്മയുടെ സാരോപദേശങ്ങളിലെ ധ്വനി രസിച്ച് ഉമ ഒരു മൈലായി ഇളകിയാടുന്നുണ്ടായിരുന്നു. ഏട്ടത്തിയമ്മ എന്നവൾ മുഴുവൻ വിളിക്കില്ല, മൊഴിയിൽ തേനിറ്റുന്നു. കുടുംബം പുലർത്താനും അനിയന്മാരെ പഠിപ്പിക്കാനും വളരെയധികം കഷ്ടപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് അമ്മ ജീവിച്ചിരുന്നിട്ട് കൂടി മാമനോ മാമിയോ തിരിഞ്ഞു നോക്കിയിട്ടുള്ളതല്ല. അന്ന് അവർ ഓണവും വിഷുവും പട്ടണത്തിലെ വാടകമുറിയിൽ ആഘോഷിച്ചിരുന്നു. അഡ്വക്കേറ്റ് ശേഖരമേനോൻ അന്ന് പ്രസിദ്ധനായിരുന്നു. ഏറ്റെടുക്കാൻ കഴിയാത്തത്ര കേസുകൾ. കാലം ഒന്ന് തിരിഞ്ഞു. ശേഖരമാമൻ കേസില്ലാ വക്കീലായി. ഇവിടമാണെങ്കിൽ അല്പം ഒന്ന് തളർക്കുകയും ചെയ്യുന്നു. വിനയന് പ്രീ ഡിഗ്രിക്ക് റാങ്ക്. അതോടെയാണ് മാമനും മാമിയും പതുക്കെ അടുത്തുകൂടിയത്. ഉള്ളത് രണ്ടും പെണ്ണാണല്ലോ. ഓണവും വിഷുവും മാമൻ തറവാട്ടിലാക്കി. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കാനായി ഇവിടേക്ക് വരണേന്ന് ശേഖരേട്ടൻ ചോദിക്കും. അവനവൻ്റെ കൂടപ്പുറപ്പിൻ്റെ കുട്ടികളുടെ അടുത്ത് വരുന്നത് ബുദ്ധിമുട്ടിക്കലാണോ എന്ന് ഞാനും തർക്കിക്കും. അങ്ങനെ എൻ്റെ ഒരു പിടിയിലായി വരവൊക്കെ. സുന്ദരിമാമി പറയും. ശേഖരമാമനേക്കാൾ സുന്ദരിമാമിക്കാണ് ബുദ്ധിയെന്ന് മനസ്സിലോർക്കുകയും ചെയ്യും. സംസാരിക്കാൻ ആളെ കിട്ടാഞ്ഞപ്പോൾ മാമി തിരുവാതിരപ്പാട്ടുകൾ മൂളിക്കൊണ്ടിരിക്കും. അതൊരു കടുത്ത ഭ്രമമാണ്. വയസ്സായെങ്കിലും മാമിയുടെ സ്വരമാതിരി അവഗണിക്കാനാവില്ല. മീനു, കുട്ടൻ്റെ 23-ാം വയസ്സിലല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? അന്ന് നിനക്ക് എത്രയാ വയസ്സ്? 20 കാണുമോ? എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിനെന്നോണം മാമി തിരുക്കി. 18. 18. അന്ന് തുടങ്ങിയ കഷ്ടപ്പാടല്ലേ നിൻ്റെ? ഇതിനൊരറുതി വേണ്ടേ കുട്ടി? ഈ കഷ്ടപ്പാടൊരു സുഖാ മാമി. എന്ത് സുഖം? നിങ്ങൾ ഇതൊക്കെ വിറ്റ് പട്ടണത്തിലോട്ടെങ്ങാനും വാ. അപ്പോഴെങ്ങനെ ചെലവ് കഴിയും മാമി? ഇപ്പോഴത്തെ കാര്യമല്ല പറയണത്. വിനുവിന് ജോലിയാകുമ്പോഴേ അവന് റാങ്ക് കിട്ടും തീർച്ച. പിന്നെ ജോലിക്കാണോ പഞ്ഞം? ഈ പൈക്കളെയൊക്കെ വിൽക്കണം. ഇതുങ്ങളെ കെട്ടിവലിച്ച് തന്നെ മനുഷ്യജന്മം തുലയും. പശു കുടുംബത്തിനൊരു ഐശ്വര്യ മാമി. അത്യാവശ്യം കുട്ടികൾക്ക് നല്ല പാലെങ്കിലും കുടിക്കാലോ. ചാണാൻ കൃഷിക്കും എടുക്കാം. ഓ ഓ മാമി പുച്ഛത്തിൽ ചെറി കോട്ടി. നീ ഒരു വല്ലാത്ത ജന്മം തന്നെ. പണിയാനായി ജനിച്ചവള്. കുട്ടിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് നിർബന്ധം പിടിപ്പിച്ചത് ഞാനാ. ആദ്യ കാഴ്ചയിലെ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മീനുവേട്ടത്തിക്ക് ചിരി പൊട്ടി. പാടുപെട്ടത് അടക്കേണ്ടി വന്നു. തന്നെ കുട്ടേട്ടൻ വിവാഹം ചെയ്യുന്നതിൽ ആർക്കെങ്കിലും എതിരുണ്ടായിരുന്നെങ്കിൽ അത് സുന്ദരിമാമിക്കും ശേഖരമാമനുമായിരുന്നു. സുന്ദരിമാമിയുടെ അകന്ന ബന്ധത്തിലൊരു ഏട്ടൻ്റെ മകളെയായിരുന്നു അവർ കുട്ടേട്ടനായി കണ്ടിരുന്നത് അത്രേ. അതിൻ്റെ പക വളരെ നാൾ തന്നോടുണ്ടായിരുന്നു താനും. തരത്തിനൊത്തിരി പറയാൻ സുന്ദരിമാമി വിദഗ്ധയാണ്.
എന്തടി ഉമേ നീ ഇവിടെ പറ്റിക്കൂടി നിൽക്കുവാ? അതിനിടയിൽ മാമി മകളുടെ നേരെ തിരിഞ്ഞു. വിനുക്കുട്ടന് ഇടനേരത്ത് ചായ കുടിക്കണ ശീലമുണ്ടാവും. പാവം കുത്തിയിരുന്ന് പഠിക്കുക. ചെന്നൊരു കപ്പ് ചായ എടുത്തു കൊണ്ട് കൊടുക്കും കുട്ടി. മീനു തൈര് കലക്കിയിട്ട് വരുമ്പോഴേക്കും വൈകും. എൻ്റെ ജോലി കഴിഞ്ഞു മാമി. മീനു ഏട്ടത്തി പ്ലാവില കൊണ്ട് വെണ്ണ വടിച്ചെടുത്ത് ഉരുട്ടി ചരുവത്തിലെ വെള്ളത്തിലിട്ടു. അപ്പോഴേക്ക് ഉമ അകത്തേക്ക് ഓടിക്കഴിഞ്ഞു വിനുവേട്ടന് ചായ ഉണ്ടാക്കാൻ. ഉമ ചായയും ഉപ്പേരിയുമായി മുറിയിലെത്തുമ്പോൾ വിനയൻ തിരക്കിട്ടൊരു പ്രോബ്ലം ചെയ്യുമായിരുന്നു. അവിടെ അടച്ചു വെച്ചേക്ക്. അരികിൽ കിടന്ന ടീപ്പോയിലേക്ക് അവൻ കൈ ചൂണ്ടി. എന്നിട്ട് സ്വന്തം ജോലിയിൽ മുഴുകി. ഉമയ്ക്ക് ഏട്ടൻ്റെ മട്ട് സുഖിച്ചില്ല. ഒട്ടും താല്പര്യമില്ലാത്ത ഭാവം. എത്ര അങ്ങോട്ട് അടുക്കാൻ ശ്രമിച്ചാലും അത്രയ്ക്കത്ര അകന്നു മാറുവാണ്. ഇതെന്തിയാ ഈ ഏട്ടൻ ഇങ്ങനെ? അമ്മയുടെ അച്ഛൻ്റെ അഭിപ്രായവും തീരുമാനവും ഇവിടെ വിലപ്പോകുമെങ്കിൽ വിനയേട്ടൻ തൻ്റെ ആളാ, വേണ്ടവനാണ്. എന്നിട്ടും മീനുവേട്ടത്തേക്കാണെങ്കിൽ തന്നെ എന്ത് ഇഷ്ടമാണ്. മോളേനെ വിളിക്കൂ. കുട്ടേട്ടന് നല്ല കാര്യമാണ്. പക്ഷേ സ്നേഹം കാണിക്കേണ്ട ആൾ മാത്രം. വായിക്കാൻ എന്താ വിനുവേട്ട ഇവിടെ കാണുക? ഒടുവിൽ അവൾ തിരക്കി. പാഠ്യേതരമായി യാതൊന്നും എൻ്റെ കൈവശമില്ല. ഒരു കാര്യം ചെയ്യുക, അനിയനോട് ചോദിച്ചു നോക്ക്. ഉമയ്ക്ക് നന്നേ ദേഷ്യം വന്നു. എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള പഴുതാണ് തേടിയത്. അപ്പോൾ എടുത്ത വായ്ക്ക് ഒഴിവാക്കാനുള്ള ശ്രമമാണ്. ഇങ്ങനൊരു സാധനം. പഠനം എന്നു മാത്രം. റാങ്കി കെട്ടിയാലും വലിയ ഉദ്യോഗസ്ഥനായാലും എന്താ കൃതം? ഇങ്ങനൊരാളുമൊത്തുള്ള ജീവിതം എങ്ങനെ ഉണ്ടാവും? തനി അരസികൻ. കോളേജിൽ പിന്നാലെ കൂടാറുള്ള പല വീരന്മാരുമായി അവൾ വിനയനെ താരതമ്യം ചെയ്തു നോക്കി. നിരാശയും വെറുപ്പുമാണ് ഉണ്ടായത്. പക്ഷേ അങ്ങനങ്ങ് വെറുക്കാനും പറ്റുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനപ്പുറം എന്തോ ഒരിഷ്ടം വിനയേട്ടനോട് തോന്നുന്നുണ്ട്. വിനയേട്ടൻ സുമുഖനാണ്. ബലിഷ്ഠമായ ശരീരം, നല്ല ചിരി, പഠിക്കാനും മിടുക്കൻ, എൻജിനീയർ ആകാൻ പോകുന്നവൻ, നല്ല ഭാവിയുള്ള പയ്യൻ എന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. പിന്നാലെ കൂടാറുള്ള ഏതവനെയും കാൾ അഭികാമ്യൻ. വിനയേട്ടൻ എന്നാ ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക? അവൾ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. അവന് ചുണ്ടി വന്നു. ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. സ്ഥലത്തെത്തിയാൽ പിന്നീന്ന് മാറില്ല. മൊത്തം ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട്, സമ്മതിക്കാം. പക്ഷേ ഈ അതിസ്വാതന്ത്ര്യം, ലജ്ജയില്ലാത്ത പെരുമാറ്റവും അവന് നന്നേ പുഷിഞ്ഞിരുന്നു. ഏട്ടനും ഏട്ടത്തിക്കും ഇഷ്ടമായിരിക്കും. മാമനും മാമയ്ക്കും ഉദ്ദേശവും കാണും. പെണ്ണാണെങ്കിൽ രണ്ടും കൽപ്പിച്ചും. പക്ഷേ മനസ്സങ്ങോട്ട് ചായുന്നില്ല. ആകെ തോന്നുന്ന വികാരം ഒരുതരം നീരസമാണ്, ഇറിറ്റേഷൻ. അതാണ് ചേർന്ന പദം. എന്നെങ്കിലും വരാം. ഉമ പോയി മീനുവേട്ടത്തിയോട് സംസാരിക്കൂ. ഞാൻ ഈ ജോലി ഒന്ന് തീർക്കട്ടെ. ഈ അവധിക്കാലത്തുമില്ല വിനയേട്ടന് ഒഴിവ്. മനുഷ്യനോട് മിണ്ടാൻ പോലും നേരമില്ലല്ലോ. ഇങ്ങനെ ആയ കണ്ടോ, ഒടുവിൽ ഭ്രാന്ത് പിടിക്കും. അവൾ ദേഷ്യത്തിൽ ചവിട്ടി കുതിച്ച് പുറത്തേക്ക് പോയി. അനിയൻ മുറിയിൽ നിന്ന് ഹാർമോണിയത്തിൻ്റെ മൂളൽ ഉയരുന്നുണ്ടായിരുന്നു. അനിയനോട് പക്ഷേ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. ഒന്നാമത് സമപ്രായം, പഠിക്കാനും മണ്ടൻ. അവന് രാശിക്കാനൊന്നുമില്ല ഭംഗിയുള്ള മുഖമല്ലാതെ. രണ്ടാമത് തനിക്ക് നേർന്നിട്ടുള്ളത് വിനയേട്ടനെയാണ്. മൂന്നാമത് അനിയൻ ഒരു തരത്തിലും അടുപ്പിക്കില്ല. മുഷടനാണ്. എന്ത് ചോദിച്ചാലും തർക്കുത്തരം. ഇടയ്ക്കൊരു പ്രയോഗവും ഉണ്ടാകും. വിനയേട്ടൻ്റെ പെണ്ണല്ലേ, എൻ്റെ അടുത്ത് സേവയ്ക്ക് വരണ്ട. പക്ഷേ ഉഷയ്ക്ക് അനിയനെ ജീവനായിരുന്നു. അനിയേട്ടന് ഒരു പുതുമുഖ സിനിമാ നടൻ്റെ ഛായയുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല അനിയേട്ടൻ നന്നായി പാടും. നല്ല തമാശക്കാരനാണ്. കളിക്കുട്ടിയാണ്. വട്ടുറുപ്പേ എന്നേ വിളിക്കൂ. അതുമാത്രം ഇഷ്ടമല്ല. അല്പം വണ്ണം കൂടുതലുണ്ടെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ വിളിക്കണോ? അനിയേട്ടൻ ഒഴുപ്പനായതുകൊണ്ട് തൻ്റെ മുഖത്തിന് അമ്മ വളം തരില്ലെന്ന് അവൾക്കറിയാം. എന്നിട്ടും അനിയേട്ടനെ ഇഷ്ടമാണ്. അനിയൻ വാതിൽ ലോക്ക് ചെയ്തിട്ടായിരുന്നു ഗാനം ചിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത്. തനിയെ എഴുതിയ ഗാനം താനേ ചിട്ടപ്പെടുത്തുന്നു. പറ്റിയ ഗായകനെ കിട്ടിയില്ലെങ്കിൽ നാടകത്തിൽ അത് താൻ തന്നെ പാടേണ്ടിയും വരും. നാടകം എഴുതിയതും താൻ, പ്രധാന നടനും താൻ, സഹനടന്മാർ, കക്ഷത്തിലുള്ള കുറേ സുഹൃത്തുക്കൾ. നടി ഒന്നേയുള്ളൂ, അത് വാടക. അല്പം നിറം കുറഞ്ഞ പെണ്ണാണ്. കാളിത്തള്ളയുടെ വളർത്തുമകൾ ഗംഗ. പണം കിട്ടുമെന്നുദ്ദേശിച്ചാണ് തള്ള പെണ്ണിനെ നാടകത്തിന് വിട്ടത്. പെണ്ണിനാണെങ്കിൽ അഭിനയം അറിയില്ല. അല്പം തുക്കട നൃത്തം പഠിച്ചത് മാത്രമാണ് കൈമുതൽ. പക്ഷേ അവൾക്ക് ഒരപൂർവ സമ്പാദ്യമുണ്ട്. നീണ്ടു വിടർന്ന രണ്ട് നല്ല ഒന്നാന്തരം കണ്ണുകൾ. അവളെ ആരെങ്കിലും സിനിമാക്കാർ കണ്ടാൽ ദേശം പേര് കേൾക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏതോ മേലാളൻ ഒരു പുലയെ പിഴപ്പിച്ചു. വീട്ടുകാർ അവളെ കൈവെടിഞ്ഞു. പാടത്ത് കൊയ്ത്തിനിടയിൽ അവളൊരു പെൺകുഞ്ഞിനെ പെറ്റിട്ടിട്ട് എന്നേക്കുമായി കണ്ണടച്ചു. സ്വന്തമെന്ന് പറയാൻ ആരോരുമില്ലാതിരുന്ന കാളിത്തള്ളയ്ക്ക് അങ്ങനെയാണത്രേ ഗംഗ എന്ന മകളുണ്ടായതെന്ന് ചരിത്രം പറയുന്നു. അതോടെ ഈഴവത്തിയായ തള്ളയ്ക്കും പുലയിയായ പെണ്ണിനും ജാതിയില്ലാതായി. അവരെ ആരും കല്യാണത്തിനും ചാവിനും വിളിക്കാതായി. അനിയേട്ടാ,
ഈ ചങ്ങലരമ്പരണ്ട കാട്ടിൽ എന്ന പാട്ടൊന്ന് പാടുവോ? തുറന്നു കിടന്ന ജനലിനോട് മുഖമണച്ചു വെച്ച് ഉഷ ചോദിച്ചു. പോ പെണ്ണേ, ചങ്ങലമ്പരണ്ട കാട് അവൻ കൊഞ്ഞനം കാട്ടി. നീ ഓർഡർ തരുമ്പോൾ പാടാൻ നീ എൻ്റെ ആരാ? ആരാ? അനിയേട്ടനറിയാമല്ലോ, അവൾ കെഞ്ചി. നീ എൻ്റെ ആരുമല്ല, എൻ്റെ അമ്മാവൻ്റെ മോളായിരിക്കും. അനിയേട്ടാ, എനിക്ക് ദേഷ്യം വരൂ കേട്ടോ. ദേഷ്യം വന്നാൽ പോയൊരു മോളോഷ്യം വെക്കടി പെണ്ണേ. ഞ അവൾ കൊഞ്ഞനം കാട്ടി. കൊന്നുകളയും. എന്നാൽ സന്ധ്യതൻ അമ്പലത്തിൽ എന്ന പാട്ടൊന്ന് പാടാവോ? ഒന്ന് പാടുന്നേ അനിയേട്ട, അവൾ കേണു. ഓടി വട്ടുറുപ്പേ, അല്ലെങ്കിൽ ഞാൻ ജനലൂടി അടച്ച് കുറ്റിയിടേണ്ടി വരും. എന്നിട്ട് ഈ മുറിക്കുള്ളിൽ കിടന്ന് ഉഷ്ണിച്ച് ചാവേണ്ടി വരും. ഞാൻ പോവില്ല. അവൾ ജനലഴിയിലെ പിടിമുറുക്കി. അവന് സത്യത്തിൽ അവളെ ഇഷ്ടമായിരുന്നു. ഒരു കൊച്ചനുജിത്തിയോടെന്ന പോലെ. കാണാൻ വലിയ ശേലിലെങ്കിലും ആരും ഇഷ്ടപ്പെടുന്ന ഒരു വികൃതിയായിരുന്നു അവൾ. പക്ഷേ അവൻ്റെ കലാഹൃദയത്തിൽ അവൾ പറ്റിപ്പിടിച്ചിരുന്നു. പക്ഷേ അവൾക്ക് തൻ്റെ സങ്കല്പത്തെ കടത്തിവെട്ടുന്ന എന്തൊക്കെയോ മനസ്സിലിരിപ്പുകൾ ഉണ്ടെന്ന് ഇത്തവണത്തെ സന്ദർശനത്തോടെയാണ് വ്യക്തമായത്. അതൊരു നടുക്കമുണ്ടായി. ബുദ്ധൂസ് തൻ്റെ പഴയ ഹാർമോണിയത്തിൽ ചോക്കുകൊണ്ട് ഐ ലവ് യു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. പ്രീ ഡിഗ്രി വരെ എത്തിയതേയുള്ളൂ. അതുകൊണ്ട് അവൾക്ക് അത്രയുമേ കഴിയൂ. പക്ഷേ അവൾ ആ മോഹം കുറിക്കും മുമ്പ് തന്നെ തൻ്റെ നെഞ്ചിൽ നീണ്ടു വിടർന്ന രണ്ട് നല്ല ഒന്നാന്തരം കണ്ണുകൾ തറഞ്ഞുപോയി. പാവം ഉഷയോടിപ്പോൾ സഹാനുഭൂതി മാത്രമേയുള്ളൂ. അവളെ ഓർത്തൊരു ദുഃഖം, മൗനം, വിഷാദം. എന്നാൽ അവളുടെ ആശ ഇനിയുമെങ്കിലും ഒരു നെല്ലിട കൂടി വളരാതെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമുണ്ട്. അവൾ തന്നെ വെറുക്കട്ടെ, മുഷടനായ ഏട്ടനെ കരുതൽ അകലട്ടെ. അവൻ ചെന്ന് ജനരഴികളിൽ നിന്ന് അവളുടെ കൈവിരലുകൾ ബലമായി പറിച്ചെടുത്തു. പോടി ഉറങ്ങേ, അടുക്കളെങ്ങാൻ പോയി മീനുവേട്ടത്തിയെ സഹായിക്ക്. നിന്റെ പൊണ്ണത്തടിയൊന്ന് ചുങ്ങട്ടെ. മീനുവേട്ടത്തിയുടെ കൂടെ കൂടിയാൽ നല്ല ഒന്നാന്തരം പാചകക്കാരിയാവാം. എന്നിട്ട് നിന്നെ കെട്ടുന്ന തെമ്മാടിയെ നിനക്ക് നിന്റെ ഭക്ഷണമേശയിൽ എന്നേക്കുമായി തളച്ചിടാം. പോ. അവളുടെ ഈറനാവുന്ന കണ്ണുകളെയും വിമ്മി വിതുമ്പുന്ന ചുണ്ടുകളെയും മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് അവൻ ജനൽവാതിൽ വലിച്ചടച്ച് കൊളുത്തിട്ടു. മുറിയിൽ കട്ടയിരുട്ട്. പെണ്ണിൻ്റെ ആ കണ്ണുകളും ചുണ്ടുകളും അവൻ്റെ പൂ പോലുള്ള നെഞ്ചിൽ കൊണ്ടിരുന്നു. വല്ലാതെ നൊന്തിരുന്നു. അവൻ മുഖം പൊത്തി വിങ്ങി. ഏട്ടനോട് ക്ഷമിക്കടി അനിയത്തി. ഒന്നേവുവേ ഒന്നേ. ഗ്രാമഹൃദയത്തെ കൊളിനണിയിക്കുന്ന തേക്കുപാട്ടിൻ്റെ ഈണം. നേരം പോയി നേരം മോന്തിയായേ. തേവുമ്പോൾ കുട്ടേട്ടൻ മാത്രം പാടാറില്ല. നിശബ്ദം നിന്ന് തേവി കണ്ടങ്ങൾ നിറയ്ക്കും. വെള്ളം കുത്തി വീഴുന്ന ശബ്ദവും ചാലിലൂടെ ഒഴുകുന്ന നീരിൻ്റെ കളകളവും മാത്രമേ കേൾക്കൂ. അകലെ ക്ഷേത്രത്തിൽ നിന്ന് ഇടമുറിഞ്ഞൊഴുകിയെത്തുന്ന ശങ്കുലി. ഇപ്പോൾ മീനു നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ടാവും. കുട്ടേട്ടൻ ഓർത്തു. നിലവിളക്കിന് മുന്നിലിരുന്ന് നാമം ജപിക്കുന്ന മീനുവേട്ടത്തിയുടെ രൂപം കുട്ടേട്ടൻ സങ്കല്പിച്ചു. സന്ധ്യയ്ക്ക് വീട്ടിലിരിക്കാൻ കഴിയാത്തത് കൊണ്ട് സങ്കല്പിക്കാനേ കഴിയൂ. എന്നാണ് തനിക്കിനിയൊന്ന് വിശ്രമിക്കാൻ കഴിയുക? വിനയൻ്റെയും അനിയൻ്റെയും മുഖങ്ങൾ മനസ്സിൽ നിറഞ്ഞു. ഉടൻ മനസ്സിനെ തിരുത്തി. വേണ്ട, തനിക്കൊന്നും വേണ്ട. വിശ്രമിക്കണമെന്നേയില്ല. അവർ സുരക്ഷിതമായ കരയ്ക്കെത്തി കണ്ടാൽ മതി. അച്ഛൻ മരിക്കുമ്പോൾ തൻ്റെ കയ്യിലാണ് അവരെ ഏൽപ്പിച്ചത്. അമ്മയും അവസാനം പറഞ്ഞത് ഒരേ വാചകമാണ്, അനിയന്മാർക്ക് നീയേ ഉള്ളൂട്ടോ മോനെ. അമ്മയുടെ ഓർമ്മ കുട്ടേട്ടൻ്റെ കണ്ണ് നിറയിച്ചു. ഒരു നിമിഷം നിശ്ചലം നിന്നു. വീണ്ടും ദേവാൻ തുടങ്ങി. മീനുവേട്ടത്തി നാമം ചൊല്ലി വന്നപ്പോഴേക്കും അടുക്കളയിൽ കഞ്ഞി വെന്തു കഴിഞ്ഞിരുന്നു. കുട്ടേട്ടന് അത്താഴം കഞ്ഞി തന്നെ വേണം, അനിയന് ചോറും. വിനയൻ ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞു. അതിന് ഒരു ദിവസം മുമ്പേ ശേഖരമാമനും കുടുംബവും സ്ഥലം വിട്ടു. പോകുമ്പോൾ സുന്ദരിമാമിയും പെൺകുട്ടികളും എന്തോ പരിഭവമോ നിരാശയോ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് തോന്നി. അതെന്തെന്ന് മീനുവേട്ടത്തിക്ക് മനസ്സിലായില്ല. കുട്ടേട്ടനുള്ള കഞ്ഞി പകർന്ന് അടച്ചു വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് വാർത്ത് തടക്കിട്ടു. കഞ്ഞിവെള്ളത്തിൽ കുറേ പച്ചവെള്ളം കൂടി പകർന്ന് ചൂടാറ്റി. പിണ്ണാക്ക് കലക്കിയ ഒരു ചെരുവം വെള്ളവുമായി അവർ തൊഴുത്തിലെത്തി. പശുക്കൾക്ക് വെള്ളം കൊടുത്തിരിക്കുമ്പോഴാണ് കക്ഷത്തിൽ എന്തോ പുസ്തകങ്ങളോ ആഴ്ചപ്പതിപ്പുകളോ തിരികെ അനിയൻ വന്നത്. സ്വന്തം സന്ധ്യകൾ അവൻ അമ്പലമൈതാനിക്ക് പതിച്ചു നൽകിയിരിക്കുകയാണ്. ഒപ്പം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ ഒരു സംഘവും ഉണ്ടാവും. പരദൂഷണ വ്യവസായം സ്ത്രീകളിൽ നിന്ന് മൊത്തമായി ഇവർ ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് ജനസംസാരം. ഈ കൂട്ടുകെട്ടിൽ മാത്രമേ ഏട്ടന് ഇഷ്ടമില്ലായ്കയുള്ളൂ. കുട്ടേട്ടൻ പാടത്തു നിന്ന് വന്നില്ല ഏട്ടത്തിയമ്മേ? അനിയൻ തിരക്കി. പോന്നിട്ടുണ്ടാവും. വാഴയ്ക്ക് നനയ്ക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അതോടെ കക്ഷത്തിലിരുന്ന സാധനങ്ങൾ മീനുവേട്ടത്തിയുടെ കയ്യിൽ ഏൽപ്പിച്ച് അനിയൻ തൊടിയിലേക്ക് നടന്നു. പാടത്ത് വെള്ളം തേവിക്കഴിഞ്ഞെത്തിയാൽ തൊടിയിലെ വാഴകൾക്കും കവുങ്ങുകൾക്കും തെങ്ങിൻ തൈകൾക്കും വെള്ളം പകർന്നിട്ട് ഏട്ടൻ ജോലി മതിയാക്കൂ. മഴയില്ലാത്തതിനാൽ ചിങ്ങം കന്നിയിലും കുട്ടേട്ടൻ്റെ അധ്വാനത്തിന് ഇളപ്പമില്ല. നനയ്ക്കാൻ
പമ്പ് സെറ്റുണ്ട്, എങ്കിലും തൂമ്പയായി ഓടി നടന്ന ചാല് തിരിച്ചു കൊടുത്തേ പറ്റൂ. പച്ചക്കറിത്തോട്ടമുണ്ട്, അതിന് നനയ്ക്കുക നേരം പുലരുമ്പോഴായിരിക്കും. ഏതു പൊരുവെയിലും തങ്ങളുടെ മണ്ണിന് ഈർപ്പമുണ്ടാകും. വളപ്പ് നിറയെ ഇടതിങ്ങിയ പച്ചപ്പാണ്. കുട്ടേട്ടൻ്റെയും മീനുവേട്ടത്തിയുടെയും വൈഭവം. കൈക്കൂലി രാജാവായ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് സാധിക്കുന്നതിലേറെ ഭംഗിയായി കുടുംബം പുലർത്താൻ കുട്ടേട്ടന് കഴിയുന്നു, മാന്യമായും സത്യസന്ധമായും അധ്വാനിച്ച്. അനിയനെ ഏട്ടനെപ്പറ്റി എന്നും അഭിമാനമാണ്, സ്വന്തം നിഷ്ക്രിയതയിൽ കുറ്റബോധവും. അവൻ തൊടിയിലെത്തി. ഏട്ടത്തിയുടെ സംശയം ശരിയായിരുന്നു. കുട്ടേട്ടൻ ഏത്തവാഴ നനയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ മുന്നിലെന്നോണം അനിയൻ ഏട്ടൻ്റെ മുന്നിൽ നിന്നു. എന്താ മോനെ? ജോലിക്കിടയിൽ കുട്ടേട്ടൻ തിരിഞ്ഞു നോക്കി. ഇനി ഞാൻ നിൽക്കാം, അവൻ പറഞ്ഞു. ഏട്ടൻ വീട്ടിലേക്ക് പോയിക്കോളൂ, കുളിക്കണ്ടേ? കുട്ടേട്ടന് ദേഷ്യം വന്നു. എന്നെ കുളിപ്പിക്കാനാപ്പോ ധൃതി? നിനക്ക് പഠിക്കാനൊന്നും വേണ്ടേ? നിന്നെ പറ്റിയേ ഉള്ളൂ എനിക്കൊരു സങ്കടം. അനിയൻ തോറ്റു. ഇതാണ് കുട്ടേട്ടൻ്റെ സ്വഭാവം. തന്നെയും വിനയേട്ടനെയും തൊടിയിലേക്ക് ഇറക്കില്ല. വിനയേട്ടൻ പിന്നെ പഠിക്കാൻ ഭേദമാണ്. തന്നെപ്പോലൊരു മണ്ടനെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് എന്തിന്? പക്ഷേ അതൊന്നും കുട്ടേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ശുണ്ഠി വന്നാൽ ഇപ്പോഴും വടിയെടുക്കും. ഒരിക്കലും ഒന്ന് ഓങ്ങുക പോലും ചെയ്യില്ലെങ്കിലും. പൊയ്ക്കോ, വെറുതെ നോക്കി നിൽക്കേണ്ട. കുട്ടേട്ടൻ്റെ ശബ്ദം കനത്തു. അനിയൻ തിരിഞ്ഞു നടന്നു. അവന് ദുഃഖം തോന്നി. വിനയേട്ടൻ അധികം വൈകാതെ ഒരു തീരത്തെത്തും. പക്ഷേ തനിക്ക് എന്നാണ് സ്വന്തം കാലിൽ കരുത്തോടെ ഒന്ന് നിൽക്കാനൊക്കുക? എന്നിട്ട് വേണമല്ലോ കുട്ടേട്ടനും മീനുവേട്ടത്തിക്കും വിശ്രമം നൽകാൻ. തങ്ങളാണ് അവരുടെ മക്കൾ, താനും വിനയേട്ടനും. മീനുവേട്ടത്തിയുടെ മോഹം 3 വട്ടം പൂവിട്ടതാണ്, പക്ഷേ അത് കായായില്ല. ആദ്യത്തെ വീഴ്ച ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ മീനുവേട്ടത്തിയെ പാടത്ത് കാവിൽ കുളിച്ചു തൊഴിയിക്കാൻ കൊണ്ടുപോയതാണ്. പാടത്തിന് മധ്യേയുള്ള കുണ്ടൻ കുളത്തിലാണ് കുളിച്ചത്. തനിക്കെന്ന് 10 വയസ്സുണ്ടാവും, വിനയേട്ടൻ 13-ലും. അങ്ങിങ്ങായി ആമ്പലും താമരയും പൊന്തി കെട്ടിയ കുളം. ആയിടയ്ക്കാണ് വിനയേട്ടൻ നീന്തൽ പഠിച്ചത്. അതിൻ്റെ ഒരു പത്രാസിൽ നീന്തി തുടിച്ചുകൊണ്ടിരുന്നു. നീന്തൽ അറിയാത്ത താൻ കൽപ്പടവിൽ നിന്നാണ് കുളിച്ചത്. നീന്തി വിനയേട്ടൻ്റെ കാലുകൾ താമര പൊന്തിയിൽ കുടുങ്ങി. ഊരിയെടുക്കാനാവുന്നില്ല. ക്രമേണ വെള്ളം കുടിച്ചു തുടങ്ങി. അമ്മ നെഞ്ചത്ത് തല്ലി കരയാനും. പരിസരത്ത് ആരുമില്ല. മീനുവേണ്ടത്തിക്ക് നീന്തൽ അറിയാമായിരുന്നു. അവർ നീന്തി ചെന്ന് വിനയേട്ടനെ പൊന്തയിൽ നിന്ന് വേർപെടുത്തി കരയിലേക്ക് മെല്ലെ ഉന്തിക്കൊണ്ടു വന്നു. പക്ഷേ കരയ്ക്കെത്തും മുമ്പേ രണ്ടാളും ചേറിൽ താണുപോയി. അതിനിടയിലാണ് അമ്മയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ കുള്ളൻ ചെങ്കണ്ണനാണ് രണ്ടാളെയും രക്ഷിച്ചത്. അന്ന് രാത്രി മീനുവേട്ടത്തിക്ക് സുഖമില്ലാതായി. അതൊരു തുടർച്ചയായി. പൂവുകൾ കായ പിടിക്കാതെ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. തങ്ങൾക്ക് വേണ്ടി മീനുവേട്ടത്തി സ്വന്തം മാതൃത്വം പോലും ബലി കഴിച്ചു. പക്ഷേ മീനുവേട്ടത്തിക്കോ കുട്ടേട്ടനോ അവരുടെ സ്വന്തം ആവശ്യമായാണ് നിറവേറ്റുന്നത്. മീനുവേട്ടത്തി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കെന്തിനാ ഇനി മക്കൾ? വിനു അനു എൻ്റെ മക്കളല്ലേ. കുട്ടേട്ടനും മീനുവേട്ടത്തിക്കും കുട്ടികളില്ലാത്തതിൽ അമ്മയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ദുഃഖം. അമ്മ ഇടയ്ക്കിടെ തന്നെയും മീനുവേട്ടനെയും ഓർമ്മപ്പെടുത്താറുണ്ട്. നോക്ക്, എന്നെ നിങ്ങൾ നോക്കിയില്ലേലും സാരമില്ല. നിങ്ങൾക്കൊരു നിലയെത്തുമ്പോൾ കുട്ടനെ മീനുവിനെ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അച്ഛനും അമ്മയും അവരുടെ മനസ്സ് നൊന്താൽ നിങ്ങൾ നശിച്ചു പോവും. എന്തേ ഉടൻ തിരിച്ചു പോകുന്നത്? ഏട്ടൻ തിരിച്ചു ഓടിച്ചോ? മീനുവേട്ടത്തിയുടെ ചോദ്യം അനിയനെ ചിന്തയിൽ നിന്നുണർത്തി. മീനുവേട്ടത്തി കുട്ടേട്ടന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കിയായിരുന്നു. ഏട്ടത്തി കുട്ടേട്ടനോട് പറയണം, ഇനിയെങ്കിലും ഈ തേവും നനയൊക്കെ എന്നെക്കൊണ്ട് ചെയ്യിക്കാൻ. പറയാത്ത കുറ്റേ ഉള്ളൂ. ഏട്ടത്തി ചിരിച്ചു. എന്നെ എന്തിനാ ഇങ്ങനെ തിന്നാൻ മാത്രമായി വളർത്തണേ? തിന്നാൻ മാത്രമല്ല, പഠിച്ചൊരു നിലയ്ക്കെത്താനാ. എനിക്ക് പഠിപ്പും പത്രാസും വിധിച്ചിട്ടില്ല. അവൻ തിരിഞ്ഞു നടന്നു. മീനുവേട്ടത്തിക്ക് അവൻ്റെ മട്ട് കണ്ട് സങ്കടം വന്നു. എന്തേ ഈ കുട്ടി ഇങ്ങനെ? അവർക്ക് മനസ്സിലായില്ല. അവൻ പുസ്തകങ്ങളും ആഴ്ചപ്പതിപ്പുകളുമായി കിടക്കയിൽ ചെന്ന് വീണു. അക്ഷരങ്ങളിൽ മനസ്സിനെ തളച്ചിടാൻ പക്ഷെ കഴിയണില്ല. കുട്ടേട്ടൻ ഇപ്പോഴും അവൻ്റെ നെഞ്ചിൽ നീറ്റൽ അനുഭവപ്പെട്ടു. അവൻ്റെ സ്വപ്നങ്ങളും പ്രപഞ്ചവും സംഗീതത്തിലും സാഹിത്യത്തിലും നാട്യത്തിലും പ്രഫുല്ലമായിരുന്നു. കഴിഞ്ഞ ജന്മം ഒരു കുഴക്കൂത്താടിയായിരുന്നിരിക്കണം. ആടിയും പാടിയും കഴിഞ്ഞവൻ ഇന്ന് കല കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത്രയ്ക്ക് ഉയരത്തിലെത്തണം. അതിനാവുമോ? ആവില്ലെന്നറിഞ്ഞിട്ടും വെറുതെ സങ്കല്പിച്ച് നോക്കി. പുകഴും പണവും സങ്കല്പം എത്ര സുഖകരം. താമസിക്കാൻ ബംഗ്ലാവ് വേണ്ട. അറയും പുരയും വികസിപ്പിച്ച് പഴയ സ്റ്റൈലിലും നാലുകെട്ടാക്കിയാൽ മതി. മരച്ചുവരുകളും കൂരോടുകളുടെ മേൽക്കൂരയും. പാടത്തുകൂടി വണ്ടി കടന്നു വരാൻ പാകത്തുനിന്ന് നല്ല വഴി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ താമസ സുഖകരമായിരിക്കും. കുട്ടേട്ടനെയും മീനുവേട്ടത്തിയെയും ഈ അലച്ചിലുകളിൽ നിന്ന് രക്ഷിക്കണം. ആവും വിധം സുഖിപ്പിക്കണം. എത്രയായാലും കടമ തീരില്ല. കുട്ടേട്ടനും മീനുവേട്ടത്തിയും സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടണം. അതോർത്തപ്പോൾ അവൻ്റെ കരളിലും നാവിലും മധുരം കിനിഞ്ഞു. അപ്പോൾ ആരായിരിക്കും വീട്ടുകാര്യങ്ങൾ നോക്കുക? ചാടി മുന്നിലെത്തിയത് ഗംഗയുടെ മുഖമാണ്. ഛേ, കുട്ടേട്ടൻ അറിഞ്ഞാൽ. ഗംഗ ഒന്നുമില്ലാത്തവളാണ്. കൈതവരമ്പിൽ കൂര കെട്ടിയാണ്
അവളും കാളിത്തള്ളയും താമസിക്കുന്നത്. ആർക്കും വേണ്ടാത്തവർ തൻ്റെ ഒപ്പം നാടകത്തിൽ അഭിനയിക്കാൻ ചേർന്നതോടെ ആണുകൾ പെണ്ണിനെയും തള്ളയെയും ആക്ഷേപിക്കാനും അകറ്റി നിർത്താനും തുടങ്ങിയിരിക്കുന്നു. പണം ലഭിക്കുമെന്ന പ്രലോഭനമുണ്ടെങ്കിലും തൻ്റെ നിർബന്ധമാണ് തള്ളയെ വഴക്കിയത്. 10 ജയിക്കാത്ത പെണ്ണിന് മറ്റെന്ത് തൊഴിൽ ലഭിക്കാൻ? അടുക്കള ജോലിയും കൂലിപ്പണിയും തള്ള അവളെ വിടില്ല. അമ്മയെപ്പോലെ മോളും പിഴയ്ക്കണ്ട എന്നാണ് അവർ പറയുന്നത്. നാടകം സുരക്ഷിതമായ രംഗമാണെന്ന് പാവം തള്ള വിശ്വസിക്കുന്നുണ്ടാവും. അനിയൻകുട്ടിയോടൊപ്പം അങ്ങ് ആകാശത്തോട്ടയക്കാനും എനിക്ക് സമ്മതമാ, തള്ള പറഞ്ഞിരിക്കുന്നു. താനാ